ഇതൊരു കുഞ്ഞിന് വേണ്ടി ഒരു ജ്ഞാനസ്നാന മാതാപിതാക്കൾ ഏറ്റു പറയുമ്പോൾ ആ കുഞ്ഞ് ആ സമയം മുതൽ മാമോദിസ തൈലം പൂശപ്പെടുന്നു, ജലത്താൽ മാമോദിസ മുക്കപ്പെടുന്നു. ഈ സമയം മുതൽ ഒരു പുതിയ വ്യക്തിയായി തീരുന്നു, പുതിയ വിശ്വാസിയായിട്ട് തീരുകയാണ്. ആ വിശ്വാസി എന്താ സംഭവിക്കുക? പിതാവിന്റെ കുഞ്ഞായി തീരുകയാണ്, പരിശുദ്ധാത്മാവിന്റെ വാസഗേഹമായി തീരുകയാണ്, മിശിഹായുടെ രാജകീയ പൗരോഹിത്യത്തിന്റെ ഭാഗമായി തീരുകയാണ്, ഒരു ന്യൂ പേഴ്സൺ ആയിട്ട് മാറുകയാണ്. എന്നുവെച്ചാൽ പരിശുദ്ധത്വം ഏറ്റെടുത്ത ഒരു ജീവിതമായിട്ട് മാറും. ആര്? ഒരു വിശ്വാസിയുടെ ജീവിതം. ഈശോടുള്ള സ്നേഹത്തിൽ വേരുപാകാൻ അടിയുറയ്ക്കാണ്. സ്നേഹത്തിൽ, ഈശോടുള്ള സ്നേഹത്തിൽ വേരുപാകി അടിയുറച്ചാലുള്ള കാര്യം എന്താ? മറ്റെന്തെങ്കിലും വേരുപാകി അടിയുറച്ചാൽ നാളെ ഒരു കാറ്റടിക്കുന്നു, നാളെ ഒരു കോളടിക്കുന്നു, നമ്മൾ തകർന്നു വീഴും. രണ്ടു തരത്തിലുള്ള ഭവന നിർമ്മാണത്തെ കുറിച്ചൊക്കെ ഈശോ പറയുന്നില്ലേ? മണലിന്റെ മേലും പാറമേലും, രണ്ടിന്റെ മേലും എന്തായാലും ഈ സഹനങ്ങളുണ്ടായി. കാറ്റടിച്ചു, കോളടിച്ചു, രണ്ടിന്റെ മേലും അത് ഉറപ്പാണ്. നമ്മൾ എപ്പോഴൊക്കെ ചിന്തിച്ച് പങ്കുവെച്ചതുപോലെ വിശ്വസിച്ചാലും ഇല്ലേലും സഹനങ്ങളോ ഓഫ് കോഴ്സ് വരും. പക്ഷെ ഈ പാറമേൽ പണിത, വിശ്വാസത്തെ പണിത, സ്നേഹത്തിൽ വേരുപാകി അടിയുറച്ച ഈ ഭവനം, ഈ വ്യക്തി, നിങ്ങൾ തകർന്നു പോവില്ല. കാരണം വേര് സ്ട്രോങ് ആണ്, വേരാഴത്തിലേക്ക് പതിഞ്ഞു. ആരിൽ? ഈശോയിൽ ഇങ്ങനെ അള്ളിപ്പിടിക്കുന്നൊരു വിശ്വാസം.